സാജുവിൻ്റെ വീട്. രചന വിജയാശാന്തൻ കോമളപുരം. അവതരണം ഗായത്രി ജഗദീശൻ. പള്ളിക്കൂടം തുറന്നു. ചാക്കോ മാഷ് ക്ലാസ്സിലെത്തി. പാട്ടും കഥകളുമൊക്കെ പറഞ്ഞ മാഷ് കുട്ടികളുമായി സൗഹൃദത്തിലായി. മാഷ് പലതും ചോദിച്ചു. കുട്ടികൾ ഉത്തരവും കൊടുത്തുകൊണ്ടിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചോദ്യം ചോദിക്കാം ട്ടോ. ഓരോരുത്തരായി പറയണേ. കുട്ടികൾ ആഹ്ലാദഭരിതരായി തലകുലുക്കി. ഒന്നാമത്തെ ബെഞ്ചിൽ ഒന്നാമതായിരിക്കുന്ന സാജുമോന്റെ അടുത്ത് വന്ന് നിന്നു. എന്നിട്ട് ചോദിച്ചു, മോന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? സാജുമോൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എൻ്റെ വീട്ടിൽ കിട്ടു, കാത്തു, കിങ്ങിണി, പിന്നെ ചിണ്ടൻ, ഇക്കുക്കുട്ടൻ, ചക്കര, മല്ലി, പിന്നെ കൊങ്കൻ. സഹപാഠികൾ അവനെ നിശബ്ദരായി കേട്ടുകൊണ്ടിരുന്നു. അവൻ തുടർന്നു, പിന്നെ ചേനൽ, അച്ഛൻ തുമ്പി, എച്ചിത്തുമ്പി, പിന്നെ. അവന്റെ ശബ്ദത്തിന് വിറയൽ അനുഭവപ്പെട്ടെങ്കിലും തുടർന്നു പറഞ്ഞു, അച്ഛൻ പ്ലാവ്, അമ്മ പ്ലാവ്, പിന്നെ പിന്നെ. അവനൊന്നും പറയാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് മാളൂട്ടി എഴുന്നേറ്റു. അവൾക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ചാക്കോ മാഷ് വിഷണ്ണനായി. എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് വരാന്തയിൽ നിന്നിരുന്ന നന്ദിനി ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നിട്ട് പറഞ്ഞു, സോറി മാഷേ, മാഷ് പുതിയ ആളല്ലേ, അതാ ഒന്നും അറിയാതിരുന്നത്. എല്ലാവരെയും നഷ്ടപ്പെട്ടവനാണ് നമ്മുടെ സാജുമോൻ. അവൻ്റെ വീട് നമ്മുടെ വിദ്യാലയമാണ്. നമ്മളെല്ലാവരും അവൻ്റെ ബന്ധുക്കളും. നമ്മുടെ മൈതാനത്തിൻ്റെ ഓരത്ത് കാണുന്ന വൃക്ഷത്തൈകളെല്ലാം അവൻ നട്ടതാണ്. ഓരോ മരത്തിനും പ്രിയപ്പെട്ടവരുടെ പേര് ചേർത്താണ് അവൻ വിളിക്കാറ്. കിളികളും മൃഗങ്ങളും ശലഭങ്ങളും അവന് കൂടപ്പിറപ്പുകളാണ്. അവൻ പേര് ചൊല്ലി വിളിച്ചാൽ അണ്ണാറക്കണനും മാടത്തത്തയും കാക്കയും എല്ലാം ഓടിയെത്തും. അവൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ആർക്കാണ് പറയാൻ കഴിയുക? എല്ലാം ആകാശം പോലെ അനന്തമാണ്. സാജു പൊട്ടിക്കരഞ്ഞുകൊണ്ട് നന്ദിനി ടീച്ചറിനെ കെട്ടിപ്പിടിച്ചു. സഹപാഠികൾ ഓടിയെത്തി അവരെ കെട്ടിപ്പിടിച്ചു. സ്നേഹത്തിന്റെ അലകൾ തന്നെയും കടന്ന് പുറത്തേക്ക് പോകുന്നത് പോലെ ചാക്കോ മാഷിന് തോന്നി. ചാക്കോ മാഷിന്റെ ഹൃദയം സ്നേഹത്താൽ വീർപ്പുമുട്ടി. ഇവിടെ എത്താൻ കഴിഞ്ഞ താൻ എത്ര ഭാഗ്യവാൻ! ഈ സ്നേഹക്കടലിൽ തനിക്കും നീന്തി തുടിക്കാം. അടുത്ത കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.